തന്നോട് യോഗബലം ദേഹം തന്റെ കാരണം ചേർന്നുകൊണ്ട് ഏവമെല്ലാമേ കണ്ടു മാത്രം ദേഹത്യാഗം ജീവിതനറിയാലും കീഴേ ചെന്നിരുന്നിട്ട് തൃക്കൈകൾ നാട്ടും മറ്റു വൈഷ്ണവേക്ഷത്തോട് വർഷദേശത്തിൽ ശോഭയ യോഗത്തിനായിരിക്കുന്നതിനും ഇരുമ്പിലൊക്കെ തന്നെ ശേഷാൽ ശരവും കൈക്കൊണ്ടിട്ട് വരുന്ന കാട്ടാളൻ ഭഗവത് ഇച്ഛയാലേ ഭഗവത്പാദം കണ്ട് ഭഗവന്നോർത്ത് ശരമയച്ചത് നേരം ജഗദീപതി പദം തങ്ങൾ ചേർത്തിതു കാണും ജഗൽ കാരണമായമയത്തമാർക്കറിയാം ഭഗവാൻ തന്നെ ആജ്ഞ കാട്ടാളൻ സ്വർഗമുക്ക് ഭഗവാൻ തന്റെ അന്വേഷണത്തെ ചെയ്തുകൊണ്ട് നാരകൻ വന്ന് കണ്ട് വൃത്താന്തമെല്ലാം പറഞ്ഞ ആരണാന്താർത്ഥാജ്ഞ ദ്വാരകതനിൽ ചെന്ന് വൃത്താന്തം അറിയിപ്പാൻ പോകുന്ന ഒരു നേരത്തിൽ ധാതാവാദികളായ ദേവകൾ സുധിച്ചതും അതിസന്തുഷ്ടനായ തങ്ങളുടെ യോഗബലാൽ ദുഷ്ടനിക്കൽ തന്നെ ദേഹവും ദഹിപ്പിച്ചു എന്ന് തന്നെ സദാബന്ധ പ്രാപിച്ച ജഗന്നാഥൻ ശരണമായി ജന്മാതി ഇവയെല്ലാം കേവലം പരബ്രഹ്മമൂലമാം കൃഷ്ണനോട് ഭാവവും അഭാവവും ഒരു കാലത്തുമില്ല ജന്തുക്കൾ തമ്മിൽ പോലെ സംസാര ദുഃഖാദികൾ എന്തോ മാധ്യമില്ലാതിരിക്കും ബ്രഹ്മത്തിങ്കൽ ഉണ്ടെന്ന് തോന്നുന്നതുമായാൽ രണ്ടില്ലാതെ ഇവിടത്തിൽ എന്ത് സംസാര ബന്ധം ഭഗവതാജ്ഞാന ധാരകൻ ദ്വാരാവധിക്കകത്ത് നിന്ന് വൃത്താന്തങ്ങളിൽ ജനന്തരം അവിടുത്തെ വൃത്താന്തം എന്ത് ചൊല്ലു കിന്നരം ശ്രീബാല വൃത്താവധി ജനത്തെല്ലാം ജനമെല്ലാം ചെന്നു തന്നോട് കഥരായ വ്രതമ്മെ കണ്ടുവന്ന ദുഃഖത്താൽ വസ്തുദേവിക്ക് പിന്നെ രോഹിണി വ്രതങ്ങൾ ദേഹത്തെ ഉപേക്ഷിച്ച മുഖസ്ഥലി ക്രൂത്തരായ വേണ്ടു മറ്റുള്ള നാരീജനം തത്തൽ ഭർത്താക്കളോട് ചുറ്റമായ അഗ്നിപ്രവേശത്താൽ ചേർത്തുകൊണ്ടാൽ ശ്രീകൃഷ്ണ കാന്തമാരം രുക്മിണി മുതലായ ശ്രീകൃഷ്ണൻ ധ്യാനിച്ച് അഗ്നി തന്നെ പ്രവേശിച്ചു ചെന്നുതൻ കാരണത്തിങ്ങൾ ചേർന്നു സമസ്തരും മഞ്ഞയിലാണ്ട് ഉയർന്നോർത്താൽ അമ്പസി പൊങ്ങി നന്നായി പൊങ്ങി പോന്ന് സൂക്ഷിക്കുന്നത് പോലെ പിന്നെ അർജുനൻ കൃഷ്ണവിരകാൽ ദുഃഖിതനായി കൊണ്ടം മാധവനുപദേശിച്ചുള്ളിലുള്ള ജ്ഞാനത്താൽ ഉപയോഗിച്ച് ദുഃഖത്തെ കളഞ്ഞിട്ട് ഖദര ബന്ധുക്കൾക്ക് വേണ്ടുന്ന ശേഷക്രിയ സഹസ കഴിപ്പിച്ചു നിൽക്കുമ്പോൾ സമുദ്രം ക്ഷോഭിച്ചു ധാരാവധി മിക്കതും മുക്കുന്നതിന് പ്രാഭവം കണ്ടു ശേഷിച്ചുള്ള യാദവരെയും നാരികളെയും യുദ്ധപ്രസവത്തിലാക്കി വജ്രം പാരാതെ രാജാവാക്കി വെച്ച് അവൻ ഹസ്തരമപുരിയിൽ ചെന്നു ധർമ്മജനാദികളോടും പരമാത്മാവം കൃഷ്ണവൃത്താന്തം സമസ്തവും അറിയിച്ചവരും ധർമ്മജനാദികളും പുറപ്പെട്ടവർ നടന്നങ്ങനെ പുരുഷാർത്ഥം സാധിച്ചെന്നവയെല്ലാം ഏകാദശ സ്കന്ധത്തിൽ വേദവ്യാസനരുളിയിരിക്കുന്നു മോക്ഷസാധനമായ വൃത്താന്തം ഇതിലല്ലോ സംക്ഷേപിച്ചറിയിച്ചന്മാരെ അധ്യായം അതിൽ 31 ചൊല്ലിയിടിനെയും സത്യമിനിയൊന്ന് മോക്ഷമാർഗത്തിൽ ഇതിന്മീതെ എന്നത് കെട്ടുന്നൊരു ചൗരകാദികൾ സൂതൻ തന്നോട് പറഞ്ഞു സാക്ഷാൽ മോക്ഷൈക ഫലം സംക്ഷേപിച്ചറിയിച്ചതേ മതി വര സംക്ഷേപിക്കേണ്ടത് ഓരോന്നുണ്ട് അത് ഈ കഥയല്ല സകലം അത് മുക്തി സാധനമായിട്ടുള്ളൂ സകല സാരമോക്ഷസ്ഥാനം ചുരുക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങൾക്ക് ഇന്നതിലാച്ച പറഞ്ഞാൽ ഒടുങ്ങിട കേൾക്കലേ മതിയാവൂ പലർക്കും ഇതിന് ശിക്ഷിടുവാനുള്ള ഹേതു ചിലർക്കെന്നാലും പോലും ഇല്ലെങ്കിൽ ഞങ്ങൾ പോലും ശ്രദ്ധാഭക്തികളോടും ഇങ്ങനെ മുതിർന്നു മുനീന്ദ്രന്മാർ ബുദ്ധിമാനായ സൂതൻ തന്നോട് ചെന്ന ശേഷം ചൊല്ലിനാൻ കേൾപ്പിൻ ചൊന്നാൽ അന്തമില്ലെന്നാകിലും ചൊല്ലാത്തതുമായല്ലോ കേവലാത്മ ആയതുകൊണ്ട് ചൊല്ലിയതിനെ കുറവില്ല ഏകാത്മാ കൃഷ്ണൻ കൃപരണ്ടെന്നാഗ്രമുണ്ട ചൊല്ലുന്നത് കുറവെന്നാൽ കാരണാൽ കാത്തുകൊള്ളു ചൊല്ലു വല്ലഭമെന്നാൽ മോദിച്ചു പാലിച്ചിടും ബന്ധമോക്ഷങ്ങൾ രണ്ടുമായാലും കൃഷ്ണ അന്തർ മനസ്സിലെഞ്ഞാൽ ചെയ്തിരിക്കുന്നു സംസാരം മായാമായി വന്നത് ഒരിക്കലും സംസാര വിനാശം തന്നെ ചൊല്ലിക്കൊണ്ട് കേൾപ്പിക്കും നല്ലതും സംസാരത്തിൽ മൂലമായി തങ്ങൾക്ക് വശമുള്ളതുപോലെ ജഗന്മംഗൽ ആത്മാവ് തന്നെ സേവിച്ചാൽ നന്നായി വരും എന്നോട് ചെയ്തിരിക്കും ആത്മാരാമനം ഗുരു തന്നോട് വൃത്താന്ത വേദാന്ത സംഗ്രഹ സാധനം ആദ്യ സംശയിച്ചെന്നാൽ ക്രമം പോലെ വിധിച്ചുകൊള്ളുവരെന്ന് പറഞ്ഞു സൂതൻ ധർമ്മസ്ഥാപനകരനായ നാരായണൻ നിർമ്മല യദൂരെ വന്ന അവതാരം ചെയ്തു ഒന്നും ചരിത്രങ്ങൾ ചെയ്തോ കെട്ടുകെട്ട് സന്ദേഹം ബന്ധവൻ വിഷ്ണുനാഥൻ ബന്ധിച്ച് ചോദ്യം ചെയ്തു ശ്രീ ശിവമുനിയോട് നന്ദനൻ ജഗന്മംഗലൻ നാരായണൻ എന്നെ മുന്നിലെങ്കിലും മാധവരാജ്യസ്ഥിതരുടെ മനോവയം ചെയ്തുകൊണ്ട് ചെയ്തിരുന്നതിൽ പിന്നെ ആചരിച്ചതെന്നും സംഹാരം ഇങ്ങനെ അറിയിച്ചിടണം എന്നത് കേട്ട നേരം മന്ദഹാസം ചെയ്ത് ശ്രീശുഖനോട് ചെയ്ത് മന്ദമാ കിട്ടുകൊള്ളുക മോക്ഷസാധന ക്രമം